أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم تلك آيات الكتاب الحكيم ألف لام ميم تلك آيات الكتاب الحكيم സമ്പൂർണമായ തത്വസമ്പൂർണമായ വേദഗ്രന്ഥത്തിലെ വചനങ്ങളത്രേ തിൽക ആയാത്തുൽ കിതാബിൽ ഹകീം. തത്വസമ്പൂർണമായ വേദത്തിലെ വചനങ്ങളാണ് ഈ പറയപ്പെടുന്നത്, പറയാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് കേൾക്കുക. ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون. അതായത് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും പരലോകത്തിൽ ദൃഢവിശ്വാസമായിരിക്കുകയും ചെയ്യുന്ന നല്ല ആളുകൾക്ക്, സദ്വൃദ്ധർക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ. നല്ല രീതിയിൽ പോകുന്നവരോട് നന്മ കൊണ്ട് കൽപ്പിക്കുകയാണ്, ചീത്തയിലേക്ക് പോകരുത് എന്ന് പറയുകയും നന്മയുടെ പാന്താവിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുവാനും പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ്. ഏതൊരു ഗ്രന്ഥം നന്മയിലേക്ക് നയിക്കുന്നുവോ നമുക്കത് അംഗീകരിക്കാം. ഏതൊരു ഗ്രന്ഥവും നന്മയാണ് പറയുന്നതെങ്കിൽ നമ്മളത് അംഗീകരിക്കുകയാണ്. ഒരിക്കലും തിന്മയ്ക്ക് കൂട്ട് ആരും നിൽക്കാറില്ല. കൂടുതലായി പരിശുദ്ധ ഖുർആൻ തിന്മയെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു രീതിയിലുള്ള തിന്മയെക്കുറിച്ച് പ്രതിപാദിക്കുകയും അത് നഖശികാന്തം എതിർക്കുകയും ചെയ്യുന്ന വചനങ്ങളടങ്ങിയതാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് സന്മാർഗം, അതായത് നമസ്കാരം മുറപ്രകാരം തൻ്റെ നാഥനെ സുജൂദ് ചെയ്യുകയും തൻ്റെ നാഥന് വേണ്ടി ആരാധന അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗ സമൂഹത്തിന്, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാൻ പാവപ്പെട്ടവൻ്റെ അവകാശമായ സക്കാത്തിനെ കൊടുത്തു വിട്ടുകയും ഇനി അതിനുശേഷം പരലോകത്തിൽ ഈ ലോകമുണ്ട്, ഈ ലോകം കഴിഞ്ഞ് മറ്റൊരു ലോകമുണ്ട് എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്താണ്? ഇതൊരു മാർഗദർശനമാണ്, അത് അവർക്ക് കാരുണ്യവുമാണ് ഈ പരിശുദ്ധ ഖുർആൻ. കാരണം അത് അവരുടെ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതാകുന്നു പരിശുദ്ധ ഖുർആൻ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഹുദൻ വറഹ്മതൻ ലിൽ മുഹ്സിനീൻ الذين يقيمون الصلاة ويؤتون الزكاة وهم بالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون. തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള മാർഗദർശനമനുസരിച്ച് നിലകൊള്ളുന്നവരത്രേ അവർ തന്നെയാണ് വിജയികൾ. നമ്മൾ ദൈവം തമ്പുരാൻ പറഞ്ഞ വചനങ്ങളെയാണ് നാം പിന്തുടരേണ്ടത്. ആരാണ് അങ്ങനെ പിന്തുടരുന്നവർ എന്ന് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ. ഓരോ വേദഗ്രന്ഥങ്ങളും എടുത്തു നോക്കുമ്പോൾ ദൈവം പറഞ്ഞതായി ഏത് ഗ്രന്ഥമാണ് ദൈവം പറഞ്ഞതായി മനസ്സിലാക്കുന്നതെങ്കിൽ അതിനെ പിന്തുടരുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവരെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഏത് ഗ്രന്ഥമാണ്? ഏതൊരു ഗ്രന്ഥവും എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. പരിശുദ്ധ ഖുർആൻ ഒഴിച്ച് ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ മുഴുവനും വ്യക്തികളാൽ പറയപ്പെട്ടതും എഴുതപ്പെട്ടതുമാകുന്നു. അതിനകത്ത് പറയുന്നത് ഇന്ന ആൾ പറഞ്ഞു എന്നല്ലാതെ ദൈവം പറഞ്ഞു എന്നൊരിക്കലും പറയുന്നില്ല. അത് ഉണ്ടാക്കിയത് ആരാണെന്നൊക്കെ വളരെ വ്യക്തമായി, ആരാണ് എഴുതിയതെന്നും ആരുടെ കൈകളിലാണ് ആ ഗ്രന്ഥങ്ങൾ ഭൂമി ലോകത്തിലേക്ക് വന്നതെന്ന് ആ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നു. പരിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പറയുന്നു, ഈ ഗ്രന്ഥം എന്നിൽ നിന്നും ഇറക്കപ്പെട്ടതാകുന്നു എന്ന്. അപ്പോൾ ആ ഗ്രന്ഥങ്ങൾ പറയുന്നു മനുഷ്യൻ എഴുതപ്പെട്ടതാണെന്ന്. അതേ അവസ്ഥയിൽ തന്നെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഇത് അല്ലാഹുവിൽ നിന്നുള്ളതാണെന്ന്.
അപ്പോൾ ഏത് ഗ്രന്ഥമാണ് അംഗീകരിക്കേണ്ടതെന്ന് സ്വമേധയാ സ്വീകരിക്കുക. നമ്മുടെ വാശിയും വിദ്വേഷവും വൈരാഗ്യവും അതുപോലെ തന്നെ നമ്മോട് കൂടെ സ്ഥിതി ചെയ്യുന്ന എപ്പോഴും കൂടെയുള്ളതായ പിശാചിൻ്റെ പ്രേരണയും നമ്മെ സത്യത്തിലേക്ക് എത്തിക്കുന്നതിൽ നിന്നും ജനങ്ങളെ തടയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവൻ ചിന്തിക്കുമ്പോൾ തന്നെ മറ്റുള്ളത് ഭംഗിയാക്കി കൊടുക്കുകയാണ് ഈ പിശാച് ചെയ്യുന്നത്. ഏതായാലും ഇത്രത്തോളമൊക്കെ തന്നെയായി, ഇനി ഇങ്ങനെ തന്നെ അങ്ങ് മരിക്കാം. പക്ഷേ പാരത്രിക ലോകത്തെക്കുറിച്ച് ഗാഢമായ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിലും എല്ലാം മണ്ണായി തീരും എന്നുള്ള വിശ്വാസവും മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകുന്നവർ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ ഗൗരവത്തോടുകൂടി എടുക്കാതെ തന്നിഷ്ടപ്രകാരം മുന്നോട്ട് പോകുന്നതായി നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇൽമ് എന്ന് പറയുന്നത് അറിവ് സമ്പാദിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഓരോ കാര്യങ്ങൾ പറയുവാൻ. നമ്മൾ ഏതൊരു മേഖലയിൽ വർക്ക് ചെയ്താലും അതിനെക്കുറിച്ചുള്ള അറിവ് വേണം. അപ്പോൾ എന്തായാലും ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഏകദേശ ഗ്രന്ഥങ്ങൾ എന്താണെന്നെങ്കിലും ഉള്ള ഒരു അറിവ് മനുഷ്യനുണ്ടായിരിക്കണം. അതിന് ആ അറിവിൽ കിട്ടണമെങ്കിൽ ആ ഗ്രന്ഥവുമായിട്ട് ബന്ധപ്പെടണം. ആ ഗ്രന്ഥവുമായിട്ടൊരു സമീപനം, അതുമായി ഒരു ഇടപഴകൽ നടന്നെങ്കിൽ മാത്രമേ ആ ഗ്രന്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم واتخذها هزوا أولئك لهم عذاب مهين. എന്താണ് പറയുന്നത്? യാതൊരു അറിവുമില്ലാതെ യഥാർത്ഥ ദൈവികമായ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ചു കളയുവാനും അതിനെ പരിഹാസമാക്കി തീർക്കുവാനും വേണ്ടി വിനോദ വാർത്തകൾ വിലയ്ക്ക് വാങ്ങുന്ന ചില മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത്തരക്കാർക്ക് അപമാനകരമായ ശിക്ഷയാണുള്ളത്. യാതൊരു അറിവുമില്ല, മതത്തെക്കുറിച്ച് യാതൊരു അറിവില്ല, പരിശുദ്ധ ഖുർആനെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ യാതൊരു അറിവുമില്ലാതെ വായിൽ തോന്നുന്നത് ചുമ്മാ അങ്ങ് തട്ടിവിടുകയാണ്. ആരെങ്കിലും എഴുതിയതായ വചനങ്ങളുടെ പിന്നാമ്പുറത്തിലൂടെ സഞ്ചരിക്കുന്നവർ. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഇവിടെ വ്യക്തമായി മുന്നിലുണ്ട്. ആ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ എടുത്തുകൊണ്ട് അതിനകത്തെ പോരായ്മകളാണ് ഉണ്ട് എങ്കിൽ അത് പറയുന്നതിന് പകരമായി സ്വമേധയാ സ്വന്തം ഇഷ്ടപ്രകാരം വിറ്റ് കളയുകയാണ്. കാരണം ദൈവമാർഗത്തിൽ നിന്നും ജനങ്ങളെ തെറ്റിച്ച് കളയുവാൻ വേണ്ടി, അതിനെ പരിഹാസമാക്കി കളയുവാൻ വേണ്ടി യാതൊരു അറിവുമില്ലാത്ത രീതിയിൽ അവൻ എന്ത് ചെയ്യുകയാണ്? വിനോദ വാർത്തകൾ വിലയ്ക്ക് വാങ്ങുകയാണ്. അവന് തോന്നുന്ന വാർത്തകളെല്ലാം എന്ത് ചെയ്യാണ്? വാചകങ്ങളും അവന് തോന്നുന്ന വചനങ്ങളെല്ലാം അവൻ സ്വമേധയാ ഉണ്ടാക്കിയെടുത്തിട്ട് അത് എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്? ദൈവിക മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഇവർ ഇതിനു വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവൻ സ്വന്തം ഇഷ്ടപ്രകാരം ഈ വാക്കുകളെ എന്ത് ചെയ്യാണ്? വിലക്ക് വാങ്ങുന്ന ചിലർ. വിലക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിങ്ങനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അങ്ങനെയുള്ളവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. അത്തരക്കാർക്കാണെന്ത്? അപമാനകരമായ ശിക്ഷ എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. وَإِذَا تُتْلَى عَلَيْهِ آيَاتُنَا وَلَّى مُسْتَكْبِرًا كَأَنَّهُمْ يَسْمَعُهَا كَأَنَّ فِي أُذُنَيْهِ وَقْرًا وَبَشِّرْهُ بِعَذَابٍ أَلِيمٍ. അത്തരക്കാർക്ക് ഇനി ഒരു വിഭാഗം ജനങ്ങളിലേക്ക് നമ്മുടെ വചനങ്ങൾ, അല്ലാഹുവിൻ്റെ വചനങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ അഹങ്കരിച്ചുകൊണ്ട് അതെന്ത് ചെയ്യും? തിരിച്ചു കളയുന്നതാണ്. അവനത് കേട്ടിട്ടില്ലാത്തതുപോലെ, അവൻ്റെ ഇരു കാതുകളിലും അടപ്പുള്ളതുപോലെയാണ്. അത് കേൾക്കത്തില്ല, എന്തോ ചെവിയിൽ വെച്ച് മൂടിയിരിക്കുന്നത് പോലെ. അവൻ എന്ത് ചെയ്യാണ്? ധിക്കാരത്തോടുകൂടി അതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു പ്രവണത ചില ആളുകളിൽ കാണാൻ പറ്റും. ആകയാൽ പ്രവാചകരെ, അവന് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷവാർത്ത അറിയിക്കുക. പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, ഇനി അങ്ങനെ തിരിഞ്ഞു കളയുന്ന ആളുകളെ നാളെ മരണശേഷം നൽകുന്നതായ ശിക്ഷയെക്കുറിച്ച്, വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് അറിയിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഒരു ഖുർആനികമായ ആയത്ത് ഓതിൽ കേൾപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. എന്നെയും ഈ പറയപ്പെടുന്ന ആളുടെയും സൃഷ്ടാവായ
പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതായ ഒരു നാഥൻ്റെ കാര്യമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അദ്ദേഹത്തിനൊരു ലാഭവും ലഭിക്കാനില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാർക്കും ഒരു ലാഭവും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. പേരെടുക്കുന്നില്ല, പ്രസക്തി കിട്ടുന്നില്ല, പൈസയൊന്നും കിട്ടുന്നില്ല. അദ്ദേഹം പറയുന്നത് ഒരു ദൈവികമായ വചനമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഇറക്കപ്പെട്ടതായ നന്മയുടെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. വേറെ ഒരാളെയും അതിലേക്ക് പങ്കു ചേർക്കുന്നില്ല, വേറൊരു വ്യക്തിയുടെ കാര്യവും പറയുന്നില്ല. അപ്പോൾ ഈ പറയുന്നത് സ്വമേധയ അവനവൻ്റെ ജീവന് വേണ്ടിയും അവനവൻ്റെ വിജയത്തിന് വേണ്ടിയുമാണ് പറയുന്നതെന്ന് ഇത് അറിയിച്ചു കൊടുക്കുമ്പോൾ ധിക്കാര മനോഭാവത്തോടുകൂടി തിരിഞ്ഞു കളയുകയാണെങ്കിൽ വേദനാജനകമായ ശിക്ഷ അവനെ പിടികൂടുമെന്ന് പ്രവാചകരെ അങ്ങ് പറഞ്ഞു കൊടുക്കണം. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളെ വരെയുള്ള ആളുകൾക്ക് ഉത്ബോധനമാണ്. അപ്പോൾ ആരെല്ലാം കേട്ടിട്ട് മറുചെവിയിലൂടെ ഈ വചനത്തെ തട്ടിക്കളയുന്നുണ്ടോ അവർക്കെല്ലാം നാളെ പാരത്രിക ലോകത്ത്, ഇവിടെയല്ല, ഇവിടെ അള്ളാഹു താല ഈ ദുനിയാവിനധികം വില കൊടുക്കാത്തത് കൊണ്ട് ഇവിടെ ശിക്ഷ ലഭിക്കണമെന്നില്ല. പക്ഷേ എന്നാലും ദുഃഖങ്ങളും വിഷമങ്ങളുമായി അവനെ എപ്പോഴും അലട്ടുന്നതാണ്. അവനെപ്പോഴും മനപ്രയാസമായിരിക്കും, ദുഃഖങ്ങൾ, ടെൻഷനുകളായിരിക്കും. തീർച്ചയായും ടെൻഷൻ ഉണ്ടാവും. ഏതെങ്കിലും ഒരു രീതിയിൽ മറ്റൊരു രീതിയിൽ എന്ത് ചെയ്യും, ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ലഹും ജന്നാത്തുൻ നഈം, എന്നാൽ തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവർക്കുള്ളതാണ് സുഖാനുഭൂതിയുടെ സ്വർഗത്തോപ്പുകൾ. അപ്പം പാരത്രിക ലോകത്തിൽ അള്ളാഹുവിനെ അനുസരിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തിൽ അനുഷ്ഠിച്ച് സക്കാത്ത് കൊടുത്തും നമസ്കാരം നിത്യമായി നിർവഹിച്ച് സഹായങ്ങളെല്ലാം ചെയ്ത് നല്ല വാക്കുകൾ സംസാരിച്ച് നല്ല പ്രവർത്തനങ്ങളോടുകൂടി മനസ്സിനെ ശുദ്ധീകരിച്ചു കൊണ്ടൊരു മനുഷ്യൻ ഈ ഭൗതിക ലോകത്ത് നിന്ന് ജീവിച്ച് മരണപ്പെട്ടാൽ നാളെ സ്വർഗീയ ലോകത്ത് ലഭിക്കുന്ന അനുഭൂതികളും ആനന്ദങ്ങളും സന്തോഷങ്ങളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഖാലിദീന ഫീഹാ വഅദല്ലാഹി ഹഖ്ഖ വഹുവൽ അസീസുൽ ഹകീം, അവർ അതിൽ നിത്യമായിട്ട് വസിക്കുന്നവരായിരിക്കും. അള്ളാഹുവിൻ്റെ സത്യത്തിൻ്റെ വാഗ്ദാനം അത്രയത്, സത്യമായൊരു വാഗ്ദാനമാണിത്. അത് അവനാകുന്നു പ്രതാപയുക്തിമാൻ. അതായത് ഈ ഒരു വാഗ്ദാനമുണ്ടല്ലോ, അത് സത്യമായൊരു വാഗ്ദാനമാണ്. അവനാകുന്നു പ്രതാപിയും യുക്തിമാനും അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പം ജനങ്ങളെ, അല്ലയോ ജനങ്ങളെ, നമ്മൾ ഏകനായ പടച്ച തമ്പുരാനെ മനസ്സിലാക്കി വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റോരും വചനങ്ങൾ പറയുന്നുണ്ട്. ക്രിസ്ത്യാനികൾക്ക് കുറേ വചനങ്ങളുണ്ട്, ദൈവിക വചനം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ദൈവം പറയുന്ന വചനമല്ല, യോഹന്നാൻ്റെ വചനം, യോഹന്നാൻ പറഞ്ഞു, മാർക്കോസ് പറഞ്ഞു എന്നുള്ള വചനങ്ങൾ. ഈ വചനങ്ങൾ എന്നുള്ള വാക്ക് ഇതിനകത്ത് വരുന്നത് ഹിന്ദുവിനും മുസ്ലിമിനും മാത്രമേ ഉള്ളൂ. മറ്റുള്ളതിനകത്ത് പുരാണങ്ങൾ, ശ്ലോകങ്ങളും ഒക്കെയാണ്. അത് വാക്യങ്ങളും അതുപോലെ തന്നെ വചനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താം. പക്ഷെ അത് എന്താണ്, ദൈവികമായ വചനങ്ങളല്ല അതിനകത്ത് പ്രതിപാദിക്കുന്നത്. ദൈവികമായ വചനങ്ങൾ മാത്രമല്ല അതിനകത്ത് പറയുന്നില്ല. അതിനകത്ത് പറയുന്നത് വേറെ കാര്യങ്ങളൊക്കെ കൂടിയാണ് പറയുന്നത്. എന്തായാലും യഥാർത്ഥ വിശ്വാസവുമായി മുന്നോട്ട് പോകുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. ആരാണ് ഈ ലോകത്തിൻ്റെ ഉടമസ്ഥനായിരിക്കാൻ അവകാശമുള്ളത് എന്ന് നാം സ്വമേധയാ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപകടങ്ങൾ, മരണങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ കണ്ടുപോകുമ്പോൾ ഇന്ന് ഉള്ളവർ നാളെ കാണുന്നില്ല എന്ന ഒരവസ്ഥയിൽ ഇന്ന് ലോകം അത്തരണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ശക്തൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവൻ്റെ തീരുമാനമനുസരിച്ച് മാത്രമേ ലോകം ചലിക്കുന്നുള്ളൂ. വേറെ ദൈവങ്ങൾ പിന്തുണയ്ക്കുകയോ വേറെ ദൈവങ്ങൾക്ക് അക്കാര്യത്തിൽ കൈകടച്ചുവാനോ അധികാര സ്വാധീനങ്ങൾ കൊണ്ട് അതിലേക്ക് കയറുവാനോ ചോദ്യം ചെയ്യുവാനോ ദൈവമെന്ന് അവകാശപ്പെടുന്ന, എന്നാൽ ദൈവമില്ലതാനോ, ദൈവമെന്ന് നാം പറയുന്നു, ജനം പറയുന്നുവെങ്കിൽ അതൊരു ദൈവമാണോ? ദൈവമെന്ന് അവകാശപ്പെടാൻ ഒരു സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ.
അത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നതായ ഏകനായ പടച്ച തമ്പുരാൻ അള്ളാഹു തന്നെയാകുന്നു. അതിനെ നിങ്ങൾ ഇനി ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും, എത്രയധികം കമൻറ്റുകൾ പാസ്സാക്കിയാലും, എത്രയധികം വാചകങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് അതിനെ മാറ്റാൻ ശ്രമിച്ചാലും, ഏകനായ പടച്ച തമ്പുരാൻ തന്നെയാണ് നാഥൻ. ഈ നാഥനെ തന്നെയാണ് ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ ഹൈന്ദവരുമെല്ലാം ആ നാഥൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ആ സൃഷ്ടാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ആരാധന നടത്തുന്നത്. പക്ഷേ റൂട്ടുകൾ വേറെയാണ് എന്ന് മാത്രം. അള്ളാഹു മനുഷ്യനായി അവതരിച്ചു ഭൂമിയിൽ വന്നു എന്നും, അതായത് ദൈവമെന്ന് പറയുന്ന ആ ശക്തൻ മനുഷ്യനായി അവതരിച്ചു ഭൂമിയിൽ വന്നു എന്നും, അതല്ല ഇനി മനുഷ്യനായിട്ട് അവതാരമെടുത്തുകൊണ്ട് കാലഘട്ടങ്ങൾക്കനുസൃതമായി അനീതി ഭൂമിയിൽ നടമാടുമ്പോൾ മനുഷ്യരൂപത്തിൽ വന്നുകൊണ്ട് അതിനെയെല്ലാം തകർക്കാൻ വേണ്ടി അവതാര പുരുഷനായി വന്നു എന്നും കുറേ പേർ വിശ്വസിക്കുന്നു. എന്തിനവതാരമാകുന്നു? അവൻ അവിടെ നിന്ന് തീരുമാനിച്ചാൽ പോരെ നശിപ്പിക്കാൻ അവൻ തീരുമാനിച്ചാൽ മതി. പക്ഷേ എന്നാൽ നേരെ മറിച്ച് ജനങ്ങൾ വ്യതിചലിച്ചു തുടങ്ങിയപ്പോൾ, ദൈവിക വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചു തുടങ്ങി, ധിക്കാര മനോഭാവത്തോടുകൂടി മുന്നോട്ട് പോയപ്പോൾ, അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി തരുവാനും അവനിലേക്ക് അടുക്കുവാനും വേണ്ടി പറഞ്ഞു തരുവാൻ വേണ്ടി ദൈവിക ആളുകളെ അയക്കുകയുണ്ടായി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാരെ. അപ്പോൾ ദൈവവും ഭഗവാന്മാരും പ്രവാചകന്മാരും വ്യത്യാസമുണ്ട്. ആരാണ് ഭഗവാൻ? ദൈവത്തെക്കുറിച്ച് മനുഷ്യന് മനസ്സിലാക്കി കൊടുക്കുവാൻ, ഭൂമിയിലേക്ക് അവതരിക്കപ്പെട്ട മനുഷ്യന്മാർക്കാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഭഗവാൻ ഒരിക്കലും ഈശ്വരനാകില്ല. ഈശ്വരനെക്കുറിച്ച് പഠിപ്പിച്ചു തരുവാനും ദൈവിക സന്ദേശങ്ങൾ ഭൂമിയിലേക്ക് എത്തിക്കുവാനുമായിട്ട് വന്നവർക്കാണ് ഈ ഭഗവാൻ എന്ന് പറയുന്നത്. അത് സംസ്കൃതത്തിലോ മലയാളത്തിലോ ഭഗവാൻ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി ഭഗവാനാണ്, ആദം നബി ഭഗവാനാണ്, എല്ലാ നബിമാരും ഭഗവാനാണ്. പക്ഷെ അതിന് പ്രവാചകനെന്ന് നമ്മൾ റസൂൽ എന്ന് അറബിയിൽ പറയുന്നു. ഇവർ ഭഗവാൻ എന്നതിൻ്റെ വ്യാഖ്യാനം ദൈവത്തെക്കുറിച്ച് പഠിച്ചിട്ട് ദൈവിക സന്ദേശങ്ങൾ, ദൈവത്തെ പരിചയപ്പെടുത്താൻ വന്ന മനുഷ്യൻ ആണ് ഭഗവാൻ. ഈസ നബി അലൈഹിസ്സലാമും അങ്ങനെ വന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ ഈസ നബി അലൈഹിസ്സലാമിനെ ദൈവപുത്രനായിക്കൊണ്ട് അള്ളാഹുവല്ല, ദൈവമല്ല തീരുമാനിച്ചത്. യോഹന്നാനും മാർക്കോസും ഇങ്ങനെയുള്ള സുവിശേഷകരാണ് ഈസ നബിയെ ദൈവത്തിൻ്റെ പദവിയിലേക്ക് ഉയർത്തിയത്. ഒരിക്കലും ഈസ നബിയും ഉയർത്തിയിട്ടില്ല. ഈസ നബിയും സ്വമേധയാ പറഞ്ഞിട്ടില്ല. സഹോദരന്മാർ, ഒരു സ്ഥലത്തും നിങ്ങൾ പല ആവർത്തി കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു സ്ഥലത്തും ഈസ നബി പറഞ്ഞിട്ടില്ല, അള്ളാഹുവും പറഞ്ഞിട്ടില്ല, ഞാൻ അവതാര പുരുഷനായി ഭൂമിയിൽ വന്നുകൊണ്ട് മനുഷ്യനെയെല്ലാം സംഹരിച്ചു കൊള്ളാമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. പിന്നെ ഇതാരൊക്കെയാണ്, എന്താണ് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കാത്തത്? ഇപ്പോഴും എവിടെയെല്ലാം അനീതികൾ നടക്കുന്നു, താണ്ഡവമാടുന്നു. ഇപ്പോഴെന്താ ദൈവം അവതരിക്കാത്തത്? ചില കാലഘട്ടത്തിൽ മാത്രം ദൈവം അത് അവതരിച്ചു. ലോകത്തെ ഇരുട്ടിൽ നിന്നും, അതായത് ലോകത്ത് നന്മ തകർക്കപ്പെടുകയും തിന്മ അധികരിക്കുമ്പോൾ നീതി നിഷേധിക്കപ്പെടുമ്പോൾ നീതിയുമായി വരുന്ന ആളുകൾ ഇപ്പോഴും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇനിയും ഇറങ്ങാം. ഇപ്പോഴും പ്രശ്നങ്ങൾ, എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. ഇപ്പോഴെന്ത് ദൈവികമായ അവതാരങ്ങൾ അവതരിക്കാത്തത്? അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ മനസ്സിൽ തോന്നുന്ന, അതാണ് ചില വാചകങ്ങൾ ദൈവികമായ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് എന്ന് നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അള്ളാഹു ആരാണ് എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കുക. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ
തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅൻബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ തൂണുകളൊന്നും കൂടാതെ ആകാശത്തെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. ആകാശത്തിന് മേൽക്കൂരയുണ്ട് അല്ലെ? മേളിലെ ആകാശത്തിന് കാണാൻ പറ്റും, മേൽക്കൂര പോലെ കാണാം, പക്ഷേ തൂണുകളില്ല. നമുക്ക് എന്തൊരു സാധനത്തിനും തൂണ് വേണം. ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകിപ്പോകാതിരിക്കുവാനായി അതിൽ അവൻ ഉറച്ച പർവ്വതങ്ങളെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. സന്തുലന അവസ്ഥയ്ക്ക് വേണ്ടി, ഭൂമിയുടെ സന്തുലന അവസ്ഥയ്ക്ക് വേണ്ടി, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു ആണി എന്ന പോലെ പർവ്വതത്തെ അവൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. എല്ലാതരം ജന്തുക്കളെയും അവൻ അതിൽ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആകാശത്ത് നിന്നും നാം വെള്ളം ചൊരിയുകയും എന്നിട്ട് വിശിഷ്ടമായ എല്ലാ സസ്യജോഡികളെയും നാം അതിൽ മുളപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള നാഥനാണ് അല്ലാഹു. അങ്ങനെയുള്ള ഈശ്വരനെയാണ് നാം എന്ത് ചെയ്യേണ്ടത്? ആരാധിക്കേണ്ടത്. അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനിങ്ങനെ രൂപപ്പെട്ടു വന്നുകൊണ്ട് ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ചിത്രീകരിച്ചുകൊണ്ട് ഇതാണ് ദൈവം, ഇതാണ് നമ്മുടെ രക്ഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവർ ബുദ്ധിശൂന്യരാണ് എന്ന് മനസ്സിലാക്കുക. കാരണം അത് വെറും സൃഷ്ടിയാണ്. ആ സൃഷ്ടിയെ, ആ പടത്തിനെ നമുക്ക് ഏത് കോലത്തിൽ വേണമെങ്കിലും ആക്കാം. നമുക്കതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാം. എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് കാര്യങ്ങൾ പറയാം. പക്ഷേ അള്ളാഹുവിൻ്റെ പടത്തെ മാറ്റി എഴുതുവാനോ വാചകങ്ങളെ കൂട്ടിച്ചേർക്കുവാനോ, കാരണം അതിനകത്ത് ഇല്ലാത്തതൊന്നുമില്ല. എന്താണ് കൂട്ടിച്ചേർക്കാൻ പറ്റുന്നത്? ഉള്ളതെല്ലാം ഖുർആനിലുള്ളത് തന്നെ. പിന്നെ നമ്മൾ ഇവിടുന്ന് കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർക്കാനായിട്ട് വാചകങ്ങൾ കിട്ടത്തില്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ഓരോരുത്തരും പഠിക്കാൻ ശ്രമിക്കുക. എന്തിനു വേണ്ടിയാണ് ഈ പറയുന്നത്? ശരിയാണോ? എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, അതിനകത്ത് എന്താ പറയുന്നത്? അതെന്തിനാ? തർക്കിക്കാനോ ഒന്നുമല്ല. ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നോക്കണം, ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അത് ഈ ക്രിസ്ത്യാനികൾ ബൈബിൾ വായിക്കുമ്പോൾ അവർ പറയാറുണ്ട്, ദൈവത്തെ അറിയാൻ വേണ്ടി വായിക്കണം കേട്ടോ, വെറുതെ തർക്കിക്കാൻ വേണ്ടി വായിക്കരുത് കേട്ടോ. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അത് വായിച്ചു കഴിയുമ്പോൾ അതിനകത്തൊന്നും കാണാൻ പറ്റില്ല. കാരണം എന്താണ്? പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ബൈബിള് ഒന്നുമല്ല. നേരെ മറിച്ച് മറ്റ് ഗ്രന്ഥങ്ങളുള്ളവൻ ബൈബിൾ വായിച്ചു കഴിയുമ്പോൾ എന്തൊക്കെയോ വലിയ വ്യത്യാസങ്ങൾ തോന്നും അവർക്ക്. കാരണം എന്താ? അവർക്കത് പുതുമയായിട്ട് തോന്നും. അവർ സൃഷ്ടാവിനെക്കുറിച്ച്, കാരണം അതിന് അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നുണ്ട്, സൃഷ്ടാവിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. അതോടുകൂടെ തന്നെ അവനെ മറ്റൊന്നിലേക്ക് ചേർത്തുകൊണ്ട് ആരാധനയും പറയുന്നുണ്ട്. അതോടുകൂടി ആ ഗ്രന്ഥത്തിലെ അപര്യാപ്തത അവിടെ വന്നു. നേരെ മറിച്ച് അതിൽ ദൈവത്തെ മുൻകൂട്ട് പറയുന്നുണ്ടെങ്കിലും അതിനെ മറ്റൊന്നിലേക്ക് ചേർത്ത് ദൈവപുത്രനായിട്ടും പിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായിട്ട് ചേർത്തതോടുകൂടി അതിൻ്റെ യാഥാർത്ഥ്യം, സത്യത്തെ എന്ത് ചെയ്തു? മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹോദരന്മാരെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പറയുന്ന അവൻ്റെ വിശേഷണങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളിലുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. ചെറുതെന്ന് പരിശോധിച്ച് നോക്കിയാൽ ഹാദാ ഖൽഖുല്ലാഹി ഫഅറൂനി മാദാ ഖലഖല്ലദീ മിൻ ദൂനിഹി ബലിൽ ളാലിമൂന ഫീ ളലാലിൻ മുബീൻ. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാകുന്നു. ഈ പറയപ്പെട്ട ആകാശങ്ങളും അതിനകത്തുള്ള ജീവികളും ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാകും. എന്നാൽ അവന് പുറമെയുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ളത്, ഈ അള്ളാഹുവിന് പുറമെ സൃഷ്ടിച്ചിട്ടുള്ളവർ എന്താണെന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. അല്ല, അക്രമകാരികൾ വ്യക്തമായ വഴികേടിലാകും. ഈ ലോകത്തുള്ള സൃഷ്ടിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സർവേശ്വരനായ തമ്പുരാനാണ് ഈ ലോകത്ത് കാണുന്ന മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി അവന് പുറമെ ഈ അള്ളാഹു അല്ലാത്ത ഒരു ദൈവം എന്താണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അതിൻ്റെ വെല്ലുവിളിയാണ് ഇത്. അള്ളാഹ് സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ, ആ കമ്പ്യൂട്ടർ ഉണ്ടാകട്ടെ, കമ്പ്യൂട്ടർ ഉണ്ടായി. അല്ലെങ്കിൽ ടെലിവിഷൻ ഉണ്ടാകട്ടെ, ഉണ്ടായി.
ടെലിവിഷനൊക്കെ സൃഷ്ടിക്കപ്പെടുന്നതല്ലേ, മനുഷ്യൻ്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നതാണ്. അതിൻ്റെ മെറ്റീരിയൽസുകളെല്ലാം ഓരോ രീതിയിൽ മനുഷ്യൻ നിർമ്മിച്ചിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ അതിനുള്ള കഴിവ് കൊടുത്തത് ഈ ഈശ്വരൻ എന്ന് പറയുന്ന തമ്പുരാനാകുന്നു. അതെല്ലാം കൂട്ടി യോജിപ്പിക്കുവാനുള്ള ബുദ്ധിയും എല്ലാം കൊടുക്കുന്നത് ദൈവം തമ്പുരാനാണ്. ഇരുമ്പ്, അതുപോലെ തന്നെ മറ്റ് വെള്ളി, പിന്നെ അതുപോലെയുള്ള മെറ്റീരിയലുകൾ എല്ലാം ഭൂമി ലോകത്തു നിന്നും കിട്ടി. ഇതെവിടെ നിന്ന് കിട്ടി? ഇതെല്ലാം ഭൂമി ലോകത്തു നിന്നും ഈ മനുഷ്യൻ സൃഷ്ടിക്കുന്നതല്ല, മനുഷ്യനാണ് ഉണ്ടാക്കുന്നത്. ഒന്നാലോചിച്ച് നമ്മുടെ ബുദ്ധിയെ ഇതെല്ലാം മനസ്സിലാക്കണം. മനുഷ്യനിപ്പോൾ മനുഷ്യൻ ശൂന്യതയിൽ നിന്നുണ്ടാക്കിയെടുക്കുകയാണോ? അല്ല, പദാർത്ഥങ്ങളുടെ സംയുക്തങ്ങളുടെ ചേർക്കലിലൂടെയാണ് എന്ത് ചെയ്യണത്? ഈ സാധനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്? എടുക്കുന്നത്. അല്ലാതെ ശൂന്യതയിൽ നിന്നൊരു സാധനം പോലും മനുഷ്യൻ ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഈ ചിപ്പുകളും ഇതെല്ലാം ഭൂമിയുടെ ആകാശത്ത് നിന്ന് ഓരോ ചിപ്പുകൾ എടുക്കുകയാണോ? അല്ല, അതിനെല്ലാം അതിൻ്റെ മെറ്റീരിയൽസ് കൂടെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട സാധനങ്ങൾ അവന് മാർഗദർശനവും കൂടി നൽകിക്കൊണ്ടാണ് അവനെ ഭൂമിയിലേക്ക് വിടുന്നത്. അവനെ ജീവിക്കാനുള്ള ഉപാധികളും അതിനുള്ള കാരണങ്ങളെല്ലാം നൽകിക്കൊണ്ടാണ് ഈശ്വരൻ നമുക്ക് ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അവൻ്റെ ജീവിത കാര്യങ്ങളെല്ലാം അവൻ എളുപ്പമാക്കി തന്നിരിക്കുകയാണ്. വെറുതെ ഏതെങ്കിലും ഒരു ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ചുമ്മാ അങ്ങ് അഗാധമായിട്ട് ചുമ്മാ കിടന്ന് ഏതെങ്കിലും ജപമാല, മറിയം എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് വീഴവാദം വിട്ട് വെറുതെ അങ്ങ് കൂവി ഇടിച്ചേക്കാണ്. അത് വെറുതെ പാസ്റ്റർമാർ വെറുതെ നുണകളുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് മനുഷ്യനെ വഴിതെറ്റിപ്പി ചെറിയ വിറ്റുകളെയാണ് വാചകങ്ങൾ ചുമ്മാ ദൈവികമായ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി ഇവർ തോന്നുന്ന രീതിയിലുള്ള വചനങ്ങൾ ഇവർ വിറ്റ് കാശാക്കുകയാണ്, ഇവരുടെ നിലനിൽപ്പിന് വേണ്ടി. അതുകൊണ്ട് ജനങ്ങളെ, നിങ്ങൾ ഈ പറയപ്പെടുന്ന ഞാൻ സൃഷ്ടിച്ചതല്ലാതെ മറ്റ് ദൈവങ്ങൾ സൃഷ്ടിച്ചതായി ഏതെങ്കിലും ഒരു സാധനം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? അക്രമകാരികൾ വ്യക്തമായ വഴികേടിലാകുന്നു. അപ്പോൾ ദൈവികമായ വിശ്വാസത്തോടുകൂടി ഈ ഭൂമി ലോകത്ത് നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ യഥാർത്ഥ ദൈവത്തിൻ്റെ, അല്ലാതെ വെറുതെ ദൈവമെന്ന് വിളിച്ചുകൊണ്ട് തോന്നുന്നതിൻ്റെ പുറകെ പോയി മരിച്ചു കഴിഞ്ഞാലൊന്നും അവിടെ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ ഒരു കഴിവും പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ദൈവത്തെ മനസ്സിലാക്കണം. അവൻ ആരാണെന്ന് മനസ്സിലാക്കി ആകാശങ്ങൾ, ഭൂമികൾ എല്ലാം സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, മറ്റുള്ളവയെല്ലാം സൃഷ്ടികളാണ്. ദൈവം തമ്പുരാൻ മനുഷ്യന് നന്മകൾ കൽപ്പിക്കുമ്പോൾ നന്മയിലൂടെ മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകാവൂ എന്ന് നിങ്ങൾ മറ്റൊന്നിലേക്ക് ചേർത്ത് ആരാധിക്കരുത്. നിങ്ങളുടെ മുന്നിൽ തോന്നുന്ന മനുഷ്യരൂപങ്ങളോ മനുഷ്യൻ്റെ വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ചിത്രങ്ങളോ പടങ്ങളോ ഒന്നും യഥാർത്ഥ ദൈവമല്ല. നിങ്ങളതിനെയൊന്നും വണങ്ങരുത്. നിങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങളെന്നെ ആരാധിക്കുവനെന്ന് പടച്ച തമ്പുരാൻ ലോകത്തോട് പറയുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ വ്യതിചലിച്ചുകൊണ്ട് മാറി ചിന്തിച്ചുകൊണ്ട് സൃഷ്ടിപൂജ നടത്തുകയാണ്. ശരിയല്ലേ? ലോകത്ത് തീർത്ഥാടനം നടത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഹിന്ദുക്കൾ പറയും ശബരിമലയാണെന്ന്. അങ്ങനെ പറയുള്ളൂ അവർ. ലോകത്തിലുള്ള എല്ലാവരും തീർത്ഥാടനം നടത്തുന്ന ഒരു സ്ഥലമുണ്ട് എങ്കിൽ ശബരിമല എന്ന് അവർ പറയുള്ളൂ. കാരണം അവർ മറ്റൊന്നും പഠിച്ചിട്ടില്ല. വേറെ ലോകത്തിലുള്ള ആളുകൾ വരുന്ന വേറെ ഒരു തീർത്ഥാടന കേന്ദ്രം ഇപ്പോഴുള്ള ആളുകൾക്കറിയാം. ലോകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ വസ്തുത, ഒരിക്കലും ഈ ലോകത്തുള്ള വിവിധ ലോകത്തു നിന്നും ആളുകൾ ഒരേ സ്ഥലത്ത് സംഗമിക്കണമെങ്കിൽ അതിൻ്റെ പൊരുൾ എത്രമാത്രം വലുതാണെന്നും അതിലെത്രമാത്രം സത്യമുണ്ട് എന്നും കോടാനുകോടി രൂപ മുടക്കിയാണെങ്കിലും
അല്ല, കോടാനുകൂടി കിലോമീറ്ററുകൾക്കപ്പുറം ഇത്രയധികം ലക്ഷങ്ങൾ രൂപ മുടത്തി ഒരു തീർത്ഥാടന കേന്ദ്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ വന്നുകൊണ്ട് ആത്മസംതൃപ്തി അടഞ്ഞുകൊണ്ട് ആ ആരാധന നിർവഹിച്ചുകൊണ്ട് അവർ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകും. അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നു. നമ്മൾ എല്ലാവരും ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഞാൻ ഒരു ഹിന്ദുവിൽ നിന്ന് കൺവെർട്ടായിട്ട് വന്നതാണ് എന്ന് ഹിന്ദുക്കളോട് പറഞ്ഞാൽ ആണോ? അപ്പം നിങ്ങൾ ഹിന്ദു ആയിരുന്നു. ഒരുപക്ഷെ ഞാനൊരു ക്രിസ്ത്യാനി ആയിരുന്നു, ഞാൻ കൺവെർട്ടായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആണോ? അവർ ചോദിക്കും. സഹോദരന്മാരെ, തീർച്ചയായും നമ്മൾ ഒന്നുകിൽ സിന്ധു നാഗരികയിൽ നിന്നും ഉടലെടുത്ത വിഗ്രഹങ്ങളെയെല്ലാം ആരാധിച്ചിരുന്ന, അല്ലെങ്കിൽ യേശുവിനെ മിശിഹയായിട്ട് കണ്ടിരുന്ന ഒരു തലമുറ എൻ്റെ പിതാവിൻ്റെ 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 കാലഘട്ടത്തിൽ അങ്ങ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഓരോ വ്യക്തികളുടെയും തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഇസ്ലാമിലേക്ക് വരുന്ന ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരുടെയും പാരമ്പര്യം, ഇപ്പോൾ ഒരു ഹൈന്ദവ സഹോദരൻ്റെ കുടുംബത്തിൽ നിന്നും ഇസ്ലാമിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് പിന്നെ ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം എന്തായിരിക്കും? ഇസ്ലാമായിരിക്കും. അങ്ങനെ അവരൊരു ഇസ്ലാമിൻ്റെ അടിത്തറയുമായി മുന്നോട്ട് പോയി. ഒരു ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും ഒരു പിതാവും മാതാവും വന്നു, പിന്നെ അവിടെ നിന്ന് വരുന്ന തലമുറകൾ മുഴുവൻ മുസ്ലിമായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ഇതിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വന്നതാകും. പക്ഷെ അവർ വന്നല്ലോ, അവരത് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് സത്യം ഇതാണെന്ന്. സത്യം ഇതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അവർ വന്നത്. അല്ലാതെ അവരുടെ പിന്നിൽ ഒരിക്കലും ഒരു സ്വാധീനമോ ഒന്നും അവർ ചിന്തിച്ചു കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഇപ്പോൾ നൗഷാദ് ബാക്കവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസം അയ്യപ്പന്മാരുടെ ഈമാനിനെ കുറിച്ച് പറയുകയുണ്ടായി. അവരുടെ വിശ്വാസമനുസരിച്ച് അവർ നഗ്നപാതരായി ശബരിമലയിൽ ശാസ്താവിൻ്റെ അടുക്കൽ ചെന്നാൽ ഇഷ്ടംപോലെ പര്യായപദങ്ങളുണ്ട്. ശബരിമല ശാസ്താവ്, ഹരിഹരസുതൻ, മണികണ്ഠൻ, അയ്യപ്പൻ, ഇതുവരെയൊക്കെ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം വരെ മാളികപ്പുറം എന്ന് പറഞ്ഞ സാധനം വെളിച്ചത്ത് പോലും വന്നിട്ടില്ലായിരുന്നു. ഒരു കാര്യത്തിന് സംസാരിക്കുക പോലും ഇല്ലായിരുന്നു. സിനിമയിൽ ഒരു മാളികപ്പുറം എന്നുള്ള, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് ഞാനീ പറയുന്നത്. സിനിമയിലൂടെ മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സാധനം വന്നതോടുകൂടി അത് ഫേമസ് ആയി. പിന്നെ മാളികപ്പുറത്തിൻ്റെ ആരാധനയിൽ, അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ കാരണം എന്തായി? മാളികപ്പുറത്തെ എന്നാക്കി. ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാനൊന്നും എൻ്റെ ചെറുപ്പം മുതൽ ഈ മാളികപ്പുറം ഒന്നും കേട്ടിട്ടില്ല. ശബരിമല ശാസ്ത്രാവെന്ന് കേട്ടിട്ടുണ്ട്, ഹരിഹരസുതൻ എന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് ഹരിഹരസുതൻ? എന്താണ് ഹരിഹരസുതൻ? മിക്ക ഹിന്ദുക്കളോട് ചോദിച്ചാൽ അവർക്കറിയില്ല. ഹരിഹരസുതൻ ആനന്ദ ചിത്തൻ അയ്യൻ അയ്യപ്പ സ്വാമിയെ എന്ന് പറയുന്നല്ലാതെ എന്താണ് ഹരിഹര? വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും സുതനാണ്, മകനാണ് അയ്യപ്പനെന്നാണ് ഹരിഹരസുതൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ? അപ്പോൾ ഒരു മകനാണ്, ഒരു കുഞ്ഞാണത്. ആ കുഞ്ഞിനെ ദൈവമാക്കിക്കൊണ്ട് ആരാധിക്കുകയാണ് ആളുകൾ. അതിനെ കാണാൻ വേണ്ടി. പിന്നെ അയ്യപ്പൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് വെറുതെ. 2 ഭാര്യമാരുണ്ട്. ആത്മീയമായ രീതിയിലുള്ള 2 സ്ത്രീകൾ അദ്ദേഹത്തിന് ഭാര്യമാരുണ്ട്. പേര് ഞാൻ മറന്നുപോയി. എന്തായാലും കല്യാണം കഴിച്ച് പത്നിമാരാണ്, പത്നിമാരി. കല്യാണം കഴിക്കാത്തത് കൊണ്ട് പതിവ്രതനാണ് എന്നാണ്. അതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ ചെല്ലാൻ ഇവിടെ പറയുന്നത്, ഐതിഹ്യങ്ങൾ പറയുന്നത് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ്. എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ആ പേര്. ഇപ്പം ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് ആ പേരെടുക്കാൻ പറ്റില്ല. പേരുണ്ട്. എന്തായാലും അപ്പോൾ ഈ ഹരിഹരസുതനെ കാണാൻ വേണ്ടി നഗ്നപാതരായി ഒരു പറ്റം വിശ്വാസികൾ പോയപ്പോൾ ഒരു ഇസ്ലാമികമായ അല്ലാഹുവിൻ്റെ ആദർശത്തെ സംസാരിച്ചുകൊണ്ട് സ്വഹാബത്തിൻ്റെയും
ബദറിൻ്റെയും ഉഹദിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെയും പ്രവാചകൻ്റെ വഫാത്തിനെ കുറിച്ചും എല്ലാം വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രാസംഗികൻ പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അത്ഭുതപ്പെടാൻ, എന്താ അതിനകത്തിരിക്കുന്നത്? അവരുടെ വിശ്വാസപ്രകാരം അവർ ഒരു രീതിയിൽ അവർ പോകുകയാണ്. അവർ പ്രസക്തിക്കോ ഒന്നും പോകുന്നില്ല. പക്ഷേ അവരുടെ വിശ്വാസം രൂഢമൂലമാണ് എന്ന് പറയുകയാണ് മൂപ്പര്. കാരണം പേരിനും പ്രസക്തിക്കും വേണ്ടി എന്നാണ് ലൈക്ക് കിട്ടുവാനോ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല അവർ പോകുന്നത് എന്നാണ് മൂപ്പരാൻ പറയുന്നത്. ഇവിടെ ഹജ്ജിന് പോയപ്പോൾ CC ക്യാമറയിലും എല്ലാ രീതിയിലും ലൈവ് ഇട്ടുകൊണ്ടാണ് ഒരാൾ ഹജ്ജിന് പോയത് എന്നാണ്. പക്ഷേ ഹജ്ജിന് പോയത് അവൻ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, പേരിനാണേലും പ്രസക്തിക്കാണേലും പോയത് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്കാണ് പോയത്. അവൻ കാലനടയായി പോയ ഓരോ കാലുവെപ്പിനും നിസ്സാരമായിട്ട് പോയതല്ലല്ലോ, അവൻ വീട്ടിൽ ഇരുന്നാൽ പോരെ. ഇങ്ങനെ പോയതുണ്ടെങ്കിൽ ആ ഓരോ കാൽവെപ്പിനും അള്ളാഹു പ്രതിഫലം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയായ ഐതിഹ്യ പുരുഷനെ കാണാൻ വേണ്ടി ഓരോ കാലടികൾ വെക്കുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ശിർക്ക് വെക്കുന്നതായ, അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് അള്ളാഹുവിനെ മറ്റൊന്നിലേക്ക് ചേർത്തുകൊണ്ട് ആരാധിക്കുന്ന ഒരു വസ്തുവിനെ കാണാൻ പോകുമ്പോൾ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പാണ്. യാതൊരു പ്രതിഫലവുമില്ല, പാഴായ പ്രവർത്തനങ്ങൾ മാത്രമാണ് നാളെ പാരത്രിക ലോകത്തിൽ. പക്ഷെ അവർക്കതിനെക്കുറിച്ചുള്ള അറിവില്ല. അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള ആ ഒരു വിശ്വാസത്തിലൂടെ അവർ മുന്നോട്ട് പോകുകയാണ്. പക്ഷേ ഒരു വിശ്വാസിയുടെ ആരാധനയുമായി യാതൊരു രീതിയിലും ഇതിനെ താരതമ്യം ചെയ്യാൻ ഒരു പണ്ഡിതനെ പാടില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഇത് ആർക്കറിയാമനായിട്ടാണോ? ഇത് എല്ലാവർക്കും അറിയാം, അവർ പേരിനെ. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ ഒരു സത്യത്തിന് മുൻതൂക്കം കുറച്ചുകൊണ്ട് അസത്യത്തിന് മുൻതൂക്കം കൂട്ടുകയാണ് ആ ഒരു പ്രാസംഗികൻ ചെയ്തിരിക്കുന്നത്. നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. അല്ലാതെ വെറുതെ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ പങ്കുവെക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ ഒരിക്കലും ആ ഒരു ദൈവത്തെ നമ്മുടെ വിശ്വാസവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പറയാൻ പാടില്ല. ഹജ്ജിൻ്റെ വേളയിൽ പോകുന്ന തീർത്ഥാടന കേന്ദ്രവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പറയാൻ ഒരിക്കലും പാടില്ല. എന്നാൽ നേരെ മറിച്ച് പറയാം. എങ്ങനെ? അവർ അള്ളാഹുവിനെ അല്ല എങ്കിൽ പോലും ആരാധിക്കുന്നതെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ അവർക്ക് ദൃഢമായ വിശ്വാസമാണ്. അവരുടെ വിശ്വാസപ്രകാരം അവരുടെ ദൈവം അതാണ്. അതിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്നുള്ള വിശ്വാസമാണ്. അതനുസരിച്ചാണ് അദ്ദേഹം പോകുന്നതെന്നാണ് പറയേണ്ടത്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ആരാധനയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ശിർക്കിൻ്റെ കാര്യങ്ങൾ പറയുവാൻ ആർക്കും സാധ്യമല്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിലേക്ക് വരാൻ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ആ വിശ്വാസം രൂഢമൂലമായി പോകും എന്നുള്ളതാണ്. ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണ് സഹോദരന്മാരെ? ആരാണ് അള്ളാഹു? ആരാണ് അയ്യപ്പൻ? ആരാണ് ജീസസ്? ഇതിന് മൂന്നിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഭഗവാൻ ആര്? പ്രവാചകൻ ആര്? അതുപോലെ തന്നെ എന്താണ് ഓരോ സുവിശേഷകന്മാരാര്? ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. സുവിശേഷ വാർത്ത അറിയിക്കുന്നവരുണ്ട്, അവരാരാണ്? ഇതെല്ലാം പഠിച്ചതിന് ശേഷം ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുക. അല്ലാതെ ദൈവത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ വേണ്ടി നിസ്സാരമായ വാചക കസർത്ത് നടത്തുന്ന ആളുകൾ പറയുന്ന ജൽപ്പനങ്ങളിൽ വീണ് നാളെയുടെ ജീവിതത്തിൻ്റെ വിജയം പരാജയത്തിലേക്ക് ഇടാതിരിക്കുവാൻ ഓരോ മനുഷ്യനും നിർബന്ധമായും തയ്യാർ ആകേണ്ടതാകുന്നു. ഈ ലോകവും മുഴുവനും സൃഷ്ടിച്ച അള്ളാഹുവാകുന്നു പ്രപഞ്ചനാഥൻ. ആ പ്രപഞ്ചനാഥനെ നിങ്ങൾ ആരാധിക്കുവിൻ. അള്ളാഹുവാണ് ഈ ലോകത്തുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അവൻ്റെ സൃഷ്ടിപ്പിൽ എവിടെയെങ്കിലും ഒരു ന്യൂനത കാണുവാൻ ഒരിക്കലും സാധിക്കില്ല സഹോദരന്മാരെ. ആകാശത്തിൽ ഒരു വിടവ് കാണുവാൻ, ആകാശത്തിനൊരു സുഷിരമുണ്ട് എന്ന്
ഉണ്ട് എന്നാർക്കെങ്കിലും പ്രസ്താവിക്കുവാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത് ദേവതകളോ അവതാര പുരുഷന്മാരോ ഒന്നുമല്ല എന്ന് ഓരോരുത്തരും മനസ്സിലാക്കൽ അനിവാര്യതയാണ്. ഞാൻ പണ്ടേ ഉണ്ട്, ഞാൻ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പുണ്ട്, അതുകൊണ്ട് എന്നെ നിങ്ങൾ ദൈവമായി ആരാധിക്കണമെന്ന് ഏതെങ്കിലും ഒരു വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിലേക്ക് മടങ്ങുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? അവൻ മനുഷ്യനായിട്ട് അവതരിച്ചു എല്ലാ പാപങ്ങളും കഴുകിക്കളയുവാൻ വേണ്ടി. ഇത് ദൈവം പറഞ്ഞ വചനമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ദൈവം പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്കത് അംഗീകരിക്കാമായിരുന്നു. ദൈവം അങ്ങനെ ഒരു വചനം പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞതോ ഏതോ സുവിശേഷകന്മാരുടെ വാക്കിനാണോ പ്രസക്തി കൂടുതൽ? അള്ളാഹുവിൻ്റെ വചനത്തിനോ പ്രസക്തി കൂടുതൽ? നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അൽഹംദുലില്ലാഹി അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ദുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅ്ദിലൂൻ. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുകയും ഇരുട്ടും വെളിച്ചവും ഉണ്ടാക്കുകയും ചെയ്ത അള്ളാഹുവിനാകുന്ന സർവസ്തുതിയും. എന്നിട്ടും അതാ സത്യനിഷേധികൾ തൻ്റെ രക്ഷിതാവിനെ സമന്മാരെ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടും അവിശ്വാസികൾ എന്ത് ചെയ്യുകയാണ്? സമന്മാരെ വെക്കുകയാണ്. അള്ളാഹുവിനെ സമന്മാരാക്കിക്കൊണ്ട് യേശുവിനെയും അവതാര പുരുഷനായ കൃഷ്ണനെയും രാമനെയും എല്ലാം വെച്ചുകൊണ്ട് ദൈവികമായ ആരാധന വയ്ക്കുന്നവർ ഇതാണ് ധിക്കാരമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ല, പ്രപഞ്ചത്തിൻ്റെ നാഥനായ ഈശ്വരൻ പറഞ്ഞതാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ ഓരോരുത്തരും ശ്രമിക്കുക. നാഥൻ അതിനുള്ള നല്ല തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.